വരുന്നത് അല്ലേ? കയ്യ കേട്ടെത്തുന്നുണ്ട് ഞങ്ങളുടെ നാട്ടില് കയ്യെത്തുന്ന ഒരു പരിപാടി ഉണ്ടത് ഉണ്ടോ? എന്തായാലും പറയാ ഇവിടെ കയ്യെത്തുന്ന തന്നെ പറയാ. കൈന്റെ അടിയിൽ ഉസ്താദുമാർ എഴുത്തിരുന്ന ഒരു ദിവസം ഉണ്ടല്ലേ? അന്ന് ദിവസത്തെ ഫുഡ് കിട്ടാനാ മദ്രസയിൽ വരുന്നേ? അല്ലല്ലോ, അന്ന് ഫുഡ് ഉണ്ടായില്ലേ ഇവിടെ? ഇല്ലേ? ഞങ്ങളെ നാട്ടിലൊക്കെ ഭയങ്കര കോളുണ്ടാവുക. എന്തൊക്കെ ചെറുപ്പകാലത്ത് ബ്രെഡും കോഴിക്കറിയും നല്ല വൃത്തിയിൽ കിട്ടുന്ന ദിവസമാണ് മദ്രസയിൽ. ഇവിടെ ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലായിരുന്നു, ചിലപ്പോ കുട്ടിയൊക്കെ ഓർമ്മയില്ലാത്തോണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു അന്ന് പ്രത്യേകം ഭക്ഷണം കൊടുക്കൽ സുന്നത്താണെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല, അതിന് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ എന്റെ നാട്ടിലൊരു നടപ്പ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ മദ്രസയിലേക്ക് നമ്മൾ പോകുന്നത് ഖുർആൻ പഠിക്കാനാണ്, ഇൽമു പഠിക്കാനാണ്, നിസ്കാരം പഠിക്കാനാണ്, നോമ്പ് പഠിക്കാനാണ്, കടപ്പാടുകളെ കുറിച്ച് പഠിക്കാനാണ്, ബാധ്യതകളെ കുറിച്ച് പഠിക്കാനാണ്, അല്ലെ, ജീവിതത്തെ കുറിച്ച് പഠിക്കാനാണ്. ആ മദ്രസയിലേക്ക് ചെല്ലുമ്പോ തലയിൽ തൊപ്പി ധരിച്ചിട്ട് വേണം മദ്രസയിലേക്ക് പോകാൻ, അല്ലെ? ഉസ്താദ് പറയും തൊപ്പിയിട്ടിട്ട് വരണം, ഞെരിയാണിക്ക് മേലെയായിരിക്കണം അവന്റെ പാന്റ്, അല്ലെ? എന്താണോ ധരിക്കുന്നത് ഞെരിയാണിയുടെ മേലെയായിരിക്കണം. പിന്നെയോ മുടി വെട്ടുമ്പോൾ ഒരുപോലെ വെട്ടണം, അല്ലെ? ഉസ്താദ് പറയില്ലേ, സൈഡ് മാത്രം ചെത്തിക്കളയാൻ പാടില്ല എന്നൊക്കെ ഉസ്താദ്മാര് പറയും. മുമ്പ് കാലത്ത് അങ്ങനെ പറയുമ്പോ നമ്മളെ കുട്ടികൾ കേട്ടില്ലെങ്കിൽ ഉസ്താദ് എന്ത് ചെയ്യും? മദ്രസയിൽ നിന്ന് പുറത്താക്കും, അല്ലേ? ക്ലാസ് നിന്ന് പുറത്താക്കും. നാളെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് മദ്രസയിൽ വന്നാൽ മതി എന്ന് പേടിപ്പിക്കും. എന്തിനാ? നമ്മള് നന്നാകാനാ? അല്ലാതെ ഉസ്താദിന്റെ മോൻ നന്നാകാനാ നമ്മളെ പുറത്താക്കിയത്? അല്ല, നമ്മള് നന്നാകാനാ. പക്ഷെ മുമ്പ് കാലത്ത് അങ്ങനെ ചെയ്താൽ ആർക്കും കംപ്ലൈന്റ് ഉണ്ടാവില്ലേ? ഇപ്പൊ അതൊക്കെ മാറി. നിങ്ങളെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലട്ടോ. നിങ്ങളെ നാട്ടിലൊക്കെ നല്ല മനുഷ്യന്മാരാണ്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. വല്ലാണ്ട് നന്നാണ്ടാ ചേച്ചിട്ടാ ചിലർ ആമീൻ പറയാത്ത. അള്ളാഹു നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. അതൊക്കെ നല്ല മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലെ രക്ഷിതാക്കൾക്കൊന്നും കുട്ടികൾ നന്നാകാൻ വേണ്ടി ഉസ്താദുമാര് ഉപദേശിക്കുമ്പോ നിർദ്ദേശിക്കുമ്പോ കംപ്ലൈന്റ് ഉണ്ടാവില്ല. പക്ഷെ ചില നാടുകളിൽ ഉസ്താദ് അങ്ങനെ മദ്രസയിൽ നിന്ന് പുറത്താക്കുമ്പോഴേക്ക് അത് വരുന്നു. കഴിഞ്ഞ മാസം ഞാനാ വരി കൊടുത്തത്, ആരോടും ചോദിച്ചിട്ട് കൊടുക്കാഞ്ഞിട്ട് ഞാനാ കൊടുത്തത്. മൊയ്ലിയാർക്ക് ശമ്പളം കൊടുക്കുമ്പോ നമ്മള് വേണം. കുട്ടികളെ പുറത്താക്കാൻ ഭയങ്കര ജോറുള്ള മൊയ്ലിയാര്. അതേതാ മൊയ്ലിയാര്? പള്ളിയുടെ സെക്രട്ടറി, മദ്രസന്റെ സെക്രട്ടറി, എല്ലാരും വരട്ടെ. എന്റെ മോനെ പുറത്താക്കാൻ മാത്രം ധൈര്യമുള്ള, അത്ര ജോറുള്ള, അത്ര പാങ്ങുള്ള മൊയ്ലിയാര് അതേരാ? അയാളൊന്ന് കാണണം. അങ്ങനെ ചിന്തിക്കുന്ന ഉപ്പാരി നമ്മളെ നാട്ടിലില്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയല്ല അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ മകൻ അവൻ മദ്രസയിലേക്ക് വരുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഖതീബ് തോർത്തു കൊടുത്തിട്ട് മുത്തുബോധാൻ വന്നതുപോലെ ആയി പോകും. എന്റെ മകൻ മദ്രസയിൽ അങ്ങനെ പോയാൽ അപ്പൊ അവൻ മാത്രം അതിന്റെ ആദാബുകളൊന്നും പാലിക്കാതെ, ഖുർആൻ പഠിക്കുമ്പോ അതിന്റെ അദബുകൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ അവൻ മദ്രസയിലേക്ക് പോയാൽ അവന്റെ ഭാവി മോശമായി പോകും എന്ന് പേടിച്ചിട്ട് ആ ഉസ്താദി എന്റെ മകൻ നന്നാകാനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ മോൻ അങ്ങനെ വന്ന് പറയുമ്പോ മോനോട് എന്താ പറയേണ്ടത്? എന്നാ പിന്നെ ഞാൻ നോക്കട്ടെ, ഞാൻ ശമ്പളം കൊടുത്ത മൊയ്ലിയാർ അത്ര ജോറാണ്, ഞാനൊന്ന് കാണട്ടെ മൊയ്ലിയാരെ എന്ന് പറഞ്ഞ് കുട്ടികളെ മുന്നിൽ ആ ഉസ്താദുമാരോടുള്ള അദബിനെ നഷ്ടപ്പെടുത്തരുത്. കുട്ടികളുടെ മനസ്സിൽ ഉസ്താദുമാരോടുള്ള ബഹുമാനം നഷ്ടപ്പെടുത്തരുത്. കുട്ടികളെ ഹൃദയത്തിൽ ആ സമയത്ത്, കുട്ടികളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ചെറിയ ഹൃദയമാണ്. നമ്മളെ ഹൃദയം പോലെ വിശാലമായി ചിന്തിക്കാനുള്ള മനസ്സൊന്നും അവർക്ക് ഉണ്ടാകൂല. നമ്മൾ പഠിപ്പിക്കുന്ന ആശയം അവരെടുത്ത് ഉണ്ടാകുക. നമ്മൾ ഉസ്താദിന്റെ മുന്നിൽ, പിന്നെ കുട്ടിയുടെ മുന്നിൽ നമ്മൾ ശമ്പളം കൊടുക്കുന്ന മൊയ്ലിയാരാരാ അങ്ങനെ പറയാന് എന്ന് പറയുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ ഉസ്താദിനോടുള്ള ബഹുമാനം ഒരു പടി താണുപോയി. നിങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ലട്ടോ. ഞാൻ നല്ല മക്കള് മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് അവരെ കൂടി പരിഗണിച്ചിട്ട് മദീഹിലേക്ക് വരാന്ന് വിചാരിച്ചു തുടങ്ങിയതാ. ഞാൻ പറഞ്ഞു വന്നത്, ആ ഉസ്താദിനെ ഒരിക്കലും കുട്ടിയുടെ മുന്നിൽ നമ്മൾ ഇകഴ്ത്തി കാണിക്കരുത്. അത് വെറും ഉസ്താദിന് മാത്രമാണോ? അല്ല. ചിലപ്പോ നമ്മളെ വീടുകളിൽ സ്വന്തം ചേട്ടൻ ഉണ്ടാകും, അല്ലെ? തറവാട് വീട്ടിലാവുമ്പോ ജ്യേഷ്ഠൻ ഉണ്ടാവൂലേ, അനുജൻ ഉണ്ടാവും, അല്ലെ? എളാപ്പ ഉണ്ടാവും, മൂത്താപ്പ ഉണ്ടാവും, എല്ലാരും ഉണ്ടാവും, അല്ലെ? എളാമ്മ ഉണ്ടാവും, ഇടക്കിടക്ക് ഉപ്പാന്റെ പെങ്ങളുണ്ടാവും, എല്ലാരും ഉണ്ടാവും നമ്മളെ വീട്ടില്. അപ്പൊ സ്വാഭാവികമായി ചിലപ്പോ അനുജനിക്ക് ജ്യേഷ്ഠൻ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല, അല്ലെ? അനുജനിക്ക് ജ്യേഷ്ഠൻ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകൂല, ഉമ്മ പറഞ്ഞ ശൈലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകൂല, അല്ലെങ്കിൽ ഭർത്താവിന്റെ മാപ്പ പറഞ്ഞ ശൈലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകൂല. ഇതൊക്കെ സ്വാഭാവികമായി ചിലപ്പോ വീടുകളിൽ സ്നേഹതർക്കങ്ങളും പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് അതൊക്കെ സുന്നത്താണെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. ചിലപ്പോ ചില ചെറിയ ചെറിയ അസ്വാരസ്യതകളും ചില സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം വിഷയങ്ങളൊന്നും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കളെ മുന്നിൽ കൊണ്ടുപോയി അവതരിപ്പിക്കരുത്.
ആ മക്കളെ മുന്നിൽ സ്വന്തം എളാമയെ ഇകഴ്ത്തിയിട്ട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ എളാപ്പനെ ഇകഴ്ത്തിയിട്ട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ജേട്ടനെ ഇരുത്തിയിട്ട് അവനെ എളതി ചെറുതാക്കി കാണിച്ചാൽ, അതുപോലെ ബാപ്പന്റെ പെങ്ങളെ ചെറുതാക്കി കാണിച്ചാൽ, നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും ചെറിയ തകരാറുള്ളതിന്റെ പേരിൽ, ബാപ്പ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ, ഓ ഉമ്മമാരെ, ഭർത്താവിന്റെ ബാപ്പനെ ഇകഴ്ത്തിയിട്ട് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. മക്കളെ മുന്നിൽ ഒരിക്കലും ഭർത്താവിന്റെ ഉമ്മനെ ചെറുതാക്കി കാണിക്കുന്ന സംസാരം ഉണ്ടാകരുത്. ഒരു ഉസ്താദുമാരെ മാത്രമല്ല, ആ മക്കളെ മുന്നിൽ നമ്മൾ ചിലപ്പോൾ ചെറുതാക്കി കാണിച്ചാൽ ആ മക്കളെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവരോടുണ്ടാകേണ്ട ബഹുമാനം തകർന്നു പോകും. ആ ബഹുമാനം തകർന്ന ഇപ്പൊ ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? വയതിന് വന്ന മൊയിലിയാർക്ക് എന്തോ നഷ്ടം ഉണ്ടാവോ? അല്ലെ നമുക്ക് ഉപദേശം തരുന്ന നമ്മളെ മദ്രസയിലെ ഉസ്താദുമാർക്ക് എന്തോ നഷ്ടം ഉണ്ടാവോ? ആർക്കുമല്ല നഷ്ടം. ആർക്കാണ്? നമ്മളെ മക്കൾക്കാണ്. ആ മക്കളോട് ഇത്തരം സ്വഭാവം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ വളർന്നു വരുമ്പോ സ്വാഭാവികമായി ചെറിയ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന അത്തരം ചില പ്രയോഗങ്ങൾ, അവരെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന ചില സംസാരങ്ങൾ, ആ സംസാരങ്ങളെ കാരണത്താൽ അവരെ ഹൃദയത്തിൽ അവരോടുള്ള ബഹുമാനം കുറഞ്ഞു പോയിട്ട് എവിടെയെങ്കിലും അതബുകേടോടുകൂടെ സംസാരിക്കപ്പെട്ടു പോയാൽ, അതബുകേടുള്ള രൂപത്തിൽ അവരൊരു വാക്കവരോട് പറഞ്ഞു പോയാൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വന്തം ഉപ്പാപ്പ നടത്തുന്ന പ്രാർത്ഥന, സ്വന്തം ബാപ്പ നടത്തുന്ന പ്രാർത്ഥന, സ്വന്തം ഉമ്മാമ നടത്തുന്ന പ്രാർത്ഥന, അതുപോലെ എളാപ്പമാര് നടത്തുന്ന പ്രാർത്ഥന, മൂത്തുമ്മമാര് നടത്തുന്ന പ്രാർത്ഥന, എളാപ്പമാരും മൂത്താപ്പമാരും നടത്തുന്ന പ്രാർത്ഥന, ആർക്കെതിരെ നിന്റെ മകൻ എന്തോ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അവരെ ഹൃദയത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു വേദനയുള്ള വാക്കുണ്ടല്ലോ, അത് നമ്മുടെ മക്കൾ നശിച്ചു പോകാൻ കാരണമാണ് കേട്ടു. റബ്ബ് നമ്മളെ മക്കളെ കാത്തി രക്ഷിക്കട്ടെ. അതിനെന്ത് വേണമെന്നാ പറഞ്ഞത്? മക്കളെ മുന്നിൽ ഒരിക്കലും ഒരെളാപ്പാന്റെയും കുറ്റം പറയരുത്. ചിലപ്പോ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, അത് വീടുകളിൽ സ്വാഭാവികമാണ്. അത് നമ്മളെ മക്കളെ മുന്നിൽ കൊണ്ടുപോയിട്ട് പ്രസന്റ് ചെയ്യാൻ പാടില്ല. നമ്മളെ മക്കളെ മുന്നിൽ കൊണ്ടുപോയി അവതരിപ്പിക്കാൻ പാടില്ല. നമ്മളെ മക്കൾക്ക് മാനസികമായി അവരോടുള്ള മതിപ്പ് നഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മളെ സംസാരം സംഭവിക്കാൻ പാടില്ല. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഏകദേശം 8-9 കൊല്ലങ്ങൾക്ക് മുമ്പ് വാപ്പന്റെ ഒരു പ്രസംഗത്തിൽ കേട്ടൊരു വിഷയം എനിക്ക് ഓർമ്മ വരികയാണ്. എന്താണ് വാപ്പ പറഞ്ഞത് എന്നറിയോ? ഒരു സ്കൂളിലെ അധ്യാപകൻ ഒരു കുട്ടിയെ കുറിച്ച് പറയാണ്. LKG-യിലോ UKG-യിലോ 1ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്. ഈ ചെറിയ മകൻ സ്കൂളിലെത്തിയതിന് ശേഷം എല്ലാവരോടും പറയുന്ന വാക്കെന്താണ്? ദേശിന്റെ മോനെ എന്നാണ്. എങ്ങനെ? ദേശിന്റെ മോനെ. അവിടെ എന്താ പൂരിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ എന്തോ ഒരു വാചകം വെച്ചിട്ട് മോനെ എന്നാ വിളിക്കുന്നത്. എല്ലാരോടും, ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളോടും ഈ കുട്ടിക്ക് പറയേണ്ടത് ദേശിന്റെ മോനെ എന്നാ. അവ ഈ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ച് സ്വകാര്യത്തിൽ ഈ കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ സ്വഭാവം കിട്ടിയത് എന്ന് പഠിക്കാൻ അധ്യാപകൻ ചെറിയൊരു അന്വേഷണം നടത്തി നോക്കി. അപ്പോഴാ മനസ്സിലായത്, വീട്ടിലെ ഉപ്പാപ്പാക്ക് എന്ത് പറയണമെങ്കിലും ഇതിന്റെ കൂടെ ഒരു ദേശിന്റെ മോൻ വേണം. വീട്ടിലുള്ള ഒരു ഉപ്പാപ്പാക്ക് ചായ വേണമെന്ന് പറഞ്ഞാൽ പോലും അയാൾക്കൊരു ദേശിന്റെ മോനെ എന്ന് കുട്ടി പറഞ്ഞാലേ സമാധാനം ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകൂല കേട്ടോ. ഞാൻ വെറുതെ ഒരു അനുഭവം പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ ചില ചെറുപ്പക്കാരുണ്ട് നമ്മളെ കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനത്തെ ചെറുപ്പക്കാരെ കിട്ടൂല എന്നാ ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും കുറ്റി നല്ലതല്ലേ വിചാരിക്കേണ്ടത്. സുഹൃത്തുക്കളെ തമാശയിൽ ദേശിന്റെ മോനെ എന്ന് വിളിച്ച് അഭിസംബോധനം ചെയ്യുന്ന ചില സ്വഭാവം, അത് കേൾക്കുമ്പോ സുഹൃത്തിനൊരു വിഷമമൊന്നും തോന്നൂല, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരനൊരു വിഷമമൊന്നും തോന്നില്ല. കാരണം ഇന്നലെ ഇവനെ കുറിച്ച് ചോദിക്കും, മണ്ടേശിന്റെ മോനെ നോനും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് കംപ്ലൈന്റ് ഒന്നുമില്ല, ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. അതിന്റെ പേരിൽ ഓനെ കുറിച്ചൊരു കേസ് എടുക്കാനോ അല്ലെ അവനെങ്ങനെ വിളിച്ചു കളഞ്ഞു എന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടാകൂല. എന്നാലും അവന്റെ മനസ്സിൽ ഒരു വിഷമമില്ലെങ്കിൽ പോലും അത്തരം സ്വഭാവങ്ങൾ നമുക്കുണ്ടാകരുത്. അതുകൊണ്ടാണ് മഹാനായ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു അവിടെ നദാ നടന്നു പോകുമ്പോൾ നായെ കണ്ടിട്ട് അതേ നായനെ കണ്ടപ്പോൾ എന്താണ് നായിന്റെ മോനെ എന്ന് നായനെ വിളിച്ചപ്പോ സ്വന്തം പ്രിയപ്പെട്ട പതിയ മകനെ വിളിച്ചിട്ട് വാപ്പാന്റെ ഉപദേശമാണ് മോനീ, നായെപ്പോലും അങ്ങനെ വിളിക്കാൻ പാടില്ല. അപ്പൊ ഈ കുട്ടിക്ക് വാപ്പാനോടുള്ള സംശയം, മോനെ
ആര് വിളിച്ചു എന്നാ പറഞ്ഞേ? എന്ത് വിളിച്ചു എന്ന് പറയണ്ട കേട്ടോ. ഇല്ല, സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയെ, നമ്മളെ പോലെ ചെറിയ മദ്രസയിൽ പഠിക്കുന്ന പ്രായം അല്ലെ, ചെറിയ പ്രായമുള്ള കുട്ടിയെ നായനെ കണ്ടപ്പോൾ എന്താണ് ഡേഷിന്റെ മോനെ എന്ന് ചോദിച്ചതാണ്. അവൻ ബാപ്പാന്റെ ഉപദേശാണ്, മോനെ അരുത്. അപ്പൊ ഈ കുട്ടിയുടെ ചോദ്യം പിന്നെ അതാര മോനാണ്? അത് നായ തന്നെയല്ലേ, നായന്റെ മോൻ തന്നെയല്ലേ നായ? പിന്നെ ആരമാനാ ബാപ്പ? അപ്പോഴാണ് പ്രിയപ്പെട്ട ബാപ്പാന്റെ മറുപടി, മോനെ അത് നായന്റെ മകനാണെങ്കിൽ പോലും നീ വിളിക്കുന്ന സമയത്ത് അവിടെ നിന്റെ ഉദ്ദേശം എന്താണ്? ഒരു ഇകഴ്ത്തുന്ന ചിന്താഗതി നിന്റെ മനസ്സിലുണ്ടല്ലോ. ആ ഒരു ചെറിയ ഇൻസൾട്ട് ആക്കുക എന്ന മൈൻഡോടുകൂടെയുള്ള വിളിയുണ്ടല്ലോ, അതൊരിക്കലും അംഗീകരിക്കാൻ നിർവാഹമില്ല. നായനെ പോലും ഇകഴ്ത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. എത്ര സുന്ദരമായ മതാണ് അല്ലേ? നായനെ പോലും, സംഗതി യഥാർത്ഥത്തിൽ അത് നായന്റെ കുട്ടി തന്നെയാണ്, എന്നാൽ പോലും എന്താണ് നായന്റെ കുട്ടി എന്ന് ചോദിക്കരുത്. എന്തുകൊണ്ട്? പൂച്ചന്റെ കുട്ടീന്ന് പൂച്ചനെ കാണുമ്പോൾ വിളിക്കുന്ന പോലെയാണോ നായന്റെ കുട്ടീന്ന് വിളിച്ചത്? മോനെ, ഞാൻ ഇടക്ക് ചോദിക്കൂന്ന് പറഞ്ഞില്ലേ, നീ ശ്രദ്ധിച്ചില്ലേ? ചിലപ്പോ ചോദിക്കുന്ന കിട്ടൂല. പൂച്ചേന്റെ കുട്ടീനെ നമ്മൾ നായിന്റെ കുട്ടീന്ന് വിളിക്കുവോ? ഇല്ല. എന്താ വിളിക്കാത്ത? പൂച്ചന്റെ കുട്ടി ആയതുകൊണ്ട് അല്ലേ? അതേ സ്ഥാനത്ത് ആ പൂച്ചന്റെ കുട്ടീനെ പൂച്ചന്റെ കുട്ടി ഇത് പറയുമ്പോ ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയിലാണോ നായിന്റെ കുട്ടിയെ നായി അല്ലെ എന്ന് വിളിച്ചത്? ആണോ? അല്ല. ആ ഒരു ചിന്താഗതി ശരിയില്ലാത്തത് കൊണ്ട് മകനെ വിളിച്ചിട്ട് മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ ഒരിക്കലും ഒരാളെയും മികഴ്ത്താൻ പാടില്ല. നായനെ പോലും മികഴ്ത്താൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്തൊരു സുന്ദരമായ മതമാണ്! പിന്നല്ലേ സ്വന്തം ചേട്ടനെ ഇകഴ്ത്തല്, പിന്നല്ലേ സ്വന്തം അനുജനെ ഇകഴ്ത്തല്, പിന്നല്ലേ സ്വന്തം ഭർത്താവിന്റെ ബാപ്പനെ ഇകഴ്ത്തല്, സ്വന്തം ഭർത്താവിന്റെ അനുജനെ ഇകഴ്ത്തല്, സ്വന്തം ഭർത്താവിന്റെ പെങ്ങളെ ഇകഴ്ത്തല്, സ്വന്തം ഭർത്താവിന്റെ ഉമ്മാനെ ഇകഴ്ത്തല്. ആരെ മുന്നിലും ഒരാളെയും നിസാരപ്പെടുത്താൻ പാടില്ലെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അവ തീരെ ഇകഴ്ത്താൻ പാടില്ല, നായനത്തെ പോലും ഇകഴ്ത്താൻ പാടില്ലെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയുന്നു, ഒരാളെയും നമ്മളെ ചെറിയ മക്കളെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഇകഴ്ത്താൻ പാടില്ല. അങ്ങനെ ഇകഴ്ത്തിയാൽ ആ കുഞ്ഞിളം ഹൃദയത്തിൽ എന്തെങ്കിലും അവരോട് അദബകേടായി സംസാരിക്കുന്നൊരു ശൈലി അവരെ ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നു പോയാൽ, ആ മക്കൾക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും അദബകേട് സംഭവിച്ചു പോയാൽ, അവരെ മനസ്സറിഞ്ഞുള്ള എന്തെങ്കിലും പ്രാർത്ഥന സംഭവിച്ചു പോയാൽ നമ്മളെ മക്കള് മോശമായി പോകാൻ അത് കാരണമായി പോയി എന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ ഖുർആൻ